രാഷ്ട്രപിതാവിനെ അപമാനിച്ച സംഭവത്തിൽ എസ്എഫ്ഐ നേതാവ് അദിൽ നാസറിനെതിരെ പോലീസ് കേസെടുത്തു. എടത്തല പോലീസാണ് കേസെടുത്തത്. അദിലിനെതിരെ എബിവിപിയും കെഎസ്യുവും പരാതി നൽകിയിരുന്നു. ചൂണ്ടി ഭാരത് മാതാ ലോ കോളേജിലാണ് സംഭവം. രേഷ്മ ബാബു ഉണ്ട് വിവരങ്ങളുമായി. രേഷ്മ, ഈ വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് എബിവിപി പരാതിയുമായി എത്തുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. വിശദാംശങ്ങൾ. വിഷ്ണു, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അധിക്ഷേപിച്ച സംഭവത്തിലാണ് എസ്എഫ്ഐയുടെ ആലുവ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അദിൽ നാസറിനെതിരെ എടത്തല പോലീസ് കേസെടുത്തത്. എബിവിപി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കേസെടുത്തത്. കെഎസ്യുവും പരാതി നൽകിയിരുന്നു. അതായത് ഈ സംഭവം നടക്കുന്നത് 2-3 ദിവസം മുൻപാണ്. ചൂണ്ടി ഭാരത് മാതാ ലോ കോളേജ് അങ്കണത്തിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെക്കുകയും അത് ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തുകയായിരുന്നു. പിന്നീട് അത് സമൂഹ മാധ്യമങ്ങളടക്കം പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്, അതായത് ഈ കൂളിംഗ് ഗ്ലാസ് പ്രതിമയിൽ വെക്കുന്ന സമയത്ത് തന്നെ അതിൽ ചില വാക്കുകൾ പരിഹാസ രൂപേണ നടത്തുകയും ചെയ്യുന്നുണ്ട്, പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് എന്തായാലും ഗാന്ധിജി മരിച്ചതല്ലേ എന്നുള്ളതാണ് അദിൽ നാസർ പറയുന്ന പരിഹാസ രൂപേണയുള്ള പരാമർശം. ആദ്യഘട്ടത്തിൽ ഈ ഒരു വിഷയം ചില വിദ്യാർത്ഥികൾ കോളേജ് അധികൃതരെ ധരിപ്പിച്ചെങ്കിലും കണ്ണടയ്ക്കുന്ന സമീപനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തുടർന്നാണ് ഈ വീഡിയോ പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ എബിവിപിയും കെഎസ്യുവും രംഗത്ത് വരികയും രേഖാമൂലം തന്നെ എടത്തല പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. എന്തായാലും സെക്ഷൻ 153, 423 തുടങ്ങിയ വകുപ്പുകളാണ് നിലവിൽ അദിൽ നാസറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും കോളേജ് അധികൃതർ ഈ വിഷയത്തിൽ എന്ത് സമീപനം സ്വീകരിക്കുമെന്നതാണ് ഇനി നോക്കേണ്ടത്. വിഷ്ണു.